ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിയിരിക്കുന്നത് ശ്രീ രമേശ് ചെന്നിത്തല, മുൻ ആഭ്യന്തരമന്ത്രി, MP, MLA, KPCC പ്രസിഡന്റ് എന്നീ നിലകളിലൊക്കെ വിശേഷിപ്പിക്കാവുന്ന ശ്രീ രമേശ് ചെന്നിത്തലയാണ്. ഇപ്പോഴത്തെ ഹരിപ്പാട് കോൺസ്റ്റിറ്റ്യുവൻസിയിലെ MLA യുമാണ്. ഞാൻ ആ കാര്യത്തെ സംബന്ധിച്ച് പിന്നെ 1-2 വരി പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അത് ഞാനിപ്പോൾ പറയുന്നില്ല. ഞങ്ങൾക്ക് നേരത്തെ ക്ഷണിച്ചിരുന്ന ആള് ഉദ്ഘാടകനെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു. അദ്ദേഹത്തിന് വരാൻ സാങ്കേതികമായ കാരണങ്ങളാൽ പറ്റുന്നില്ല എന്നുള്ള മറുപടി കിട്ടി. പക്ഷേ ഈശ്വരാധീനം കൊണ്ടും മമത്വപത്നാഥന്റെ അനുഗ്രഹം കൊണ്ടും അതിലുമൊക്കെ അർഹനായ ഒരാള് നമ്മൾ തെരഞ്ഞെടുത്തു. ഇവിടെ ഞാൻ എന്ത് വേണേ സർവീസ് സൊസൈറ്റിക്ക് വേണ്ടി ചെയ്യാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ സാഹചര്യത്തിൽ മുഖ്യപ്രഭാഷണം കൊടുത്തു. ആ മുഖ്യപ്രഭാഷണം വെച്ച് നോട്ടീസടിച്ചു കഴിയുമ്പോഴാണ് ഔദ്യോഗിക കാര്യങ്ങൾ സംബന്ധിച്ച് വരാനൊക്കുന്നില്ല. അതിന് പിന്നിലൊക്കെ ഒരുപാട് ചരിത്രമുണ്ട്. അത് നമ്മളിപ്പം വിശകലനം ചെയ്യേണ്ട ചരിത്രമല്ല. അത് ഞങ്ങൾ പറയാതെ തന്നെ പിന്നീട് മനസ്സിലാക്കാൻ പോകും. പക്ഷേ ഞങ്ങൾ ശ്രീ രമേശ് ചെന്നിത്തലയോട് ആവശ്യപ്പെടുന്നതിന് മുമ്പ് തന്നെ അവിടുന്ന് എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്യും, കൃതജ്ഞത പറയണമെന്ന് പറഞ്ഞാൽ കൃതജ്ഞത പറയും എന്ന് പറഞ്ഞു. അപ്പം ഈ ഉദ്ഘാടനം ചെയ്യണം എന്ന് പറഞ്ഞു. വളരെ സന്തോഷം. അങ്ങനെ ആ പ്രോഗ്രാം മാറ്റപ്പെട്ടത് ശ്രീ രമേശ് ചെന്നിത്തലയെ ഉദ്ഘാടകനായി തീരുമാനിച്ചു. നമ്മൾ സർക്കുലറൊക്കെ അയച്ചുള്ളൂ. അത് നോട്ടീസ് എടുത്ത് പരസ്യം ചെയ്യാൻ സമയമില്ല. പക്ഷെ ഇത് ഒരു വൻ വിവാദമായി കൊണ്ടുവരാൻ വേണ്ടി ചില ദൃശ്യമാധ്യമങ്ങളും പത്രമാധ്യമങ്ങളും ഒക്കെ ദിവസങ്ങളോളം ചർച്ച ചെയ്തു. ഈ നായർ സർവീസ് സൊസൈറ്റിയിൽ ഒരു നായർ വരുന്നതിനെ കുഴപ്പമുള്ളൂ. മറ്റ് ഏത് സംഘടനയിലും ഏത് സമുദായ സംഘടനയിലും ആരെ വിളിക്കുന്നതിലും ഒരു കുഴപ്പമില്ല. ഒരു പത്രക്കാരും ഒരു ദൃശ്യമക്കാരും തിരിഞ്ഞു നോക്കാറുണ്ടാകാതെ ഉദാഹരണങ്ങൾ പലതുണ്ട്. ഞാനിപ്പോൾ സമയം ദീർഘിപ്പിക്കാത്തത് കൊണ്ട് അത് ഞാനൊന്നും പറയുന്നില്ല. ശ്രീ രമേശ് ചെന്നിത്തല വിളിച്ചത് കോൺഗ്രസ് എന്നുള്ള മുദ്രയിലല്ല. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് നായർ സർവീസ് സൊസൈറ്റിക്ക് എന്തെങ്കിലും നേട്ടമുണ്ടാക്കാമോ എന്ന് ഉദ്ദേശിച്ചുമല്ല. അങ്ങനെയുള്ള തെറ്റിദ്ധാരണ അവർക്കുണ്ടായതാണെങ്കിൽ അവരെ തിരുത്തണം. ശ്രീ രമേശ് ചെന്നിത്തല കളിച്ചു നടന്ന കാലം മുതൽ ഈ മണ്ണിന്റെ സ്വന്തതിയാണ്. അവിടെ ഞങ്ങൾ രാഷ്ട്രീയം നോക്കിയില്ല. NSSന്റെ ഒരു പുത്രനാണ്. എനിക്ക് 4 മക്കളുണ്ടെങ്കിൽ 4 മക്കളും 4 രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം വേണമെങ്കിൽ സർവീസ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അത് ആ കുടുംബത്തെ ബാധിക്കാൻ പാടില്ല. അത് നായർക്ക് മാത്രം ഇത് ബാധകമാണെന്നാണ് ചിലരുടെ കൽപ്പന. വേറൊരു പുത്രൻ അപ്പുറത്തിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് സ്റ്റേറ്റിലിരിക്കുന്ന ആളാണ്, ഗണേഷ് കുമാർ. ഒരേ ഗതിയിലല്ലേ ഇരിക്കുന്നത്. ഗണേശിന്റെ രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും ജാതിയുടെ പേര് പറഞ്ഞ് ഇടപെടുന്നുണ്ടോ? അതുപോലെ തന്നെ നമ്മുടെ ഗണേഷ് കുമാറും അവർക്ക് അവരുടെ രാഷ്ട്രീയമുണ്ട്. അത് നടത്താനുള്ള അവകാശം സർവീസ് കൊടുക്കുന്നുണ്ട്.
അവർക്ക് മാത്രമല്ല എല്ലാ നായന്മാർക്കും അവർക്കിഷ്ടമുള്ള രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാൻ ഉള്ള അനുവാദം കൊടുത്തിട്ടുണ്ട്. ആ അനുവാദം അവർക്ക് ഉപയോഗിക്കാൻ അവർ കുടുംബം മറക്കരുതെന്ന് മാത്രമേ നമുക്ക് ആഗ്രഹമുള്ളൂ. അവർ കുടുംബം മറക്കാത്തവരായതുകൊണ്ടാണ് അവർ ആ രീതിയിൽ ഞങ്ങൾ ഉൾക്കൊള്ളുന്നത്. രമേശ് ചെന്നിത്തല ഈ സംഘടനയിലെ ഒരാൾ എന്നുള്ളതിൽ ഒരു തരത്തിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലില്ല, ജന്മസ്ഥാനത്ത് നിന്നുകൊണ്ട് ആലോചിക്കുമ്പോൾ അതല്ലെന്ന് പറയാൻ ഒക്കുമോ? അങ്ങനെയാണ് അദ്ദേഹം ഈ ചടങ്ങിൽ ഉദ്ഘാടനം ചെയ്യാൻ വന്നിട്ടുള്ളത്. ഈ തിരുത്തലൊക്കെ വരുത്തിയത് നമ്മളാരും അല്ല എന്നാണ് എൻ്റെ ആത്മാർത്ഥമായ വിശ്വാസം. അത് സമുദായാചാര്യൻ ശ്രീ മന്നത്ത് പത്മനാഭൻ ആണ് അത് നമ്മളെ കൊണ്ട് കറക്റ്റ് ചെയ്യിച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എല്ലാ കാര്യങ്ങളും ഇതുപോലെ വരുമ്പോൾ നമുക്ക് ഉപദേശം ഒരു രൂപത്തിൽ വേറെ രൂപത്തിൽ തരുന്നു. അതെല്ലാം നല്ല രീതിയിൽ പഠിച്ചു. ഇന്ന് ഇവിടെ നടക്കുന്ന സമ്മേളനം ഞാൻ 62 വർഷമായി NSSൻ്റെ ജന്മദിനങ്ങൾ, അദ്ദേഹത്തിൻ്റെ ജന്മദിനങ്ങളിൽ പങ്കെടുക്കാറുണ്ട്. ഒരു കാലത്തുമില്ലാത്ത ജനങ്ങൾ, സമുദായ സ്നേഹികൾ, ഇതര സമുദായ സ്നേഹികൾ, രാഷ്ട്രീയ വേർതിരിവില്ലാതുള്ള എല്ലാ രാഷ്ട്രീയത്തിലും പെട്ട ആളുകൾ, സഹപ്രവർത്തകർ, അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ രാഷ്ട്രീയ രംഗത്തായാലും സാമൂഹ്യ രംഗത്തായാലും ഒക്കെ പ്രവർത്തിക്കുന്നത്. ഇവിടെ BJP സാറോട് ഇതുമുണ്ട്. അദ്ദേഹത്തിൻ്റെ എന്നത്തെ ജന്മദിനം ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ അദ്ദേഹം വന്ന് ഇവിടെ ഇത് കേട്ടിട്ട് പോകത്തുള്ളൂ. അപ്പം അങ്ങനെയുള്ള ആളുകൾ ഉൾപ്പെടുന്ന നേതൃനിരയിലും അല്ലാത്ത നിലയിലും സാധാരണക്കാരുടെ നിലയിലും ഒക്കെ ഉൾപ്പെട്ട വിവിധ ജാതി മതത്തിൽപ്പെട്ട ആളുകൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. പുഷ്പാർച്ചനയ്ക്ക് കഴിഞ്ഞിട്ടും മടങ്ങിപ്പോയവരും ഇതിലേറെ ഉണ്ട് എന്നാണ് കണക്ക് വെച്ച് ഞങ്ങൾ പരിശോധിക്കുമ്പോൾ ബോധ്യപ്പെടുന്നത്. അതുകൊണ്ട് ഈ പ്രാവശ്യത്തിൽ സമ്മേളനത്തിൽ നായർ സർവീസ് സൊസൈറ്റിക്കും ആ സമുദായത്തിനും ഏറെ അഭിമാനത്തിന് വകതരുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. അതിൻ്റെ ഉദ്ഘാടകനായി ഇവിടെ എത്തിയ രമേശ് ചെന്നിത്തലയെ സ്നേഹപൂർവ്വം നിങ്ങൾക്കെല്ലാം വേണ്ടി ഞാൻ സമുദായാചാര്യൻ്റെ പേരിൽ സ്വാഗതം ചെയ്യും. അടുത്ത നമ്മുടെ പ്രസിഡന്റ് ഡോക്ടർ ശശികുമാർ. അത് ഔപചാരികമായ ഒരു ചടങ്ങേ ഉള്ളൂ. അദ്ദേഹം അധ്യക്ഷനായിട്ടിരിക്കണം എന്ന് നമുക്ക് നാഥൻ്റെ നിയമാവലിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതനുസരിച്ച് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥമായ ആ ഉത്തരവാദിത്വ ബോധം സർവീസ് സൊസൈറ്റിയെ നേരെ നടത്തിക്കൊണ്ടുപോകാൻ ഉള്ള അദ്ദേഹത്തിൻ്റെ സഹകരണം എല്ലാം നല്ല രീതിയിലാണ് ഞങ്ങൾക്ക് സംഘടനയെ യാതൊരു എതിർപ്പുമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ട്. അതിന് നേതൃത്വം നൽകുന്ന അവരുടെ ഔപചാരികമായ ഭാഷയിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അഡ്വക്കേറ്റ് K. ഫ്രാൻസിസ് ജോർജ് MP. ഞാൻ അദ്ദേഹത്തെ പറ്റി എന്താ പറയേണ്ടതെന്ന് എനിക്കറിഞ്ഞില്ല. ഇത്രയും വിനയാന്വിതനായ ഒരു മനുഷ്യൻ, എല്ലാവരോടും സ്നേഹപൂർണ്ണമായ ഇടപെടൽ, രാഷ്ട്രീയത്തിൽ ഒരു വഞ്ചനയില്ലാത്ത പ്രവർത്തനമുണ്ട്. അത് അച്ഛൻ്റെ പാരമ്പര്യം ആണ്. അദ്ദേഹത്തിൻ്റെ അച്ഛനാണ് കേരള കോൺഗ്രസിൻ്റെ ഈ ജന്മം നൽകിയത്.
അതിനെ അനുഗ്രഹിച്ചത് ശ്രീ മന്നത്ത് പത്മനാഭനാണ്. കേരള കോൺഗ്രസിൽ ജന്മം കൊടുക്കുമ്പോൾ അതിൻ്റെ തലപ്പത്തിരുന്ന് അതിന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തത് അദ്ദേഹത്തിൻ്റെ പിതാവാണ്. അപ്പം ആ രുചി, ആ മണം നമുക്ക് കിട്ടാതില്ല. നമുക്ക് വേണ്ടത് എന്താ? മന്നത്ത് പത്മനാഭൻ ആരാണെന്ന് അറിയോ, ആരെങ്കിലും പറഞ്ഞാൽ മനസ്സിലാക്കാനുള്ള കഴിവോ ഇല്ലാത്തവരല്ലല്ലോ നമുക്ക് വിളിക്കേണ്ടത്. മന്നത്ത് പത്മനാഭനെ പഠിച്ച ആ ബന്ധം, ആ സമുദായമായിട്ടുള്ള സൗഹൃദം നിലനിർത്തി പോരുന്ന മാന്യതയുള്ള ആളുകളെയാണ് ആ സ്ഥാനത്തേക്ക് ക്ഷണിക്കേണ്ടത് എന്നുള്ള ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ശ്രീ ഫ്രാൻസിസ് ജോർജിനെ നമ്മൾ ഇതിൻ്റെ പ്രധാന അനുസ്മരണ സമ്മേളനം നടത്താൻ ക്ഷണിച്ചിരുന്നത്. യാതൊരു തടസ്സവും പറഞ്ഞു, ഞാൻ ഫോണിൽ വിളിച്ച് പറഞ്ഞത്. പിന്നെ ഇപ്പം ഈ നോട്ടീസും അയച്ചു കൊടുത്തു. ഇങ്ങോട്ട് വിളിച്ച് പറഞ്ഞു ഞാൻ വന്നതാണ്, കൃത്യസമയത്ത് വന്നതാണ്, അദ്ദേഹം കൃത്യസമയത്ത് വന്നത്. അപ്പോൾ നമ്മുടെ പരിപാടി നിരീക്ഷിച്ചു. അദ്ദേഹത്തിൻ്റെ പിതാവിനെയും ശ്രീ മന്നത്ത് പത്മനാഭനെയും നിങ്ങളേവരെയും ഓർമ്മിച്ചുകൊണ്ട് രമേശ് ചെന്നിത്തല മന്നം ജയന്തി ആഘോഷ ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്യാൻ ഏറ്റവും അനുയോജ്യനാണ്. ക്ഷണിച്ചത് ഒരു കോൺഗ്രസ്സുകാരനായോ രാഷ്ട്രീയക്കാരനായോ അല്ല. രമേശ് ചെന്നിത്തല NSSന്റെ ഒരു പുത്രനാണ് എന്നാണ് ഇപ്പോൾ സുകുമാരൻ നായർ പറഞ്ഞിരിക്കുന്നത്. അവിടെ കാര്യം പറഞ്ഞ പോലെ